ഇന്ത്യ ഏകദിന ടീമിനെ ഇനി ശുഭ്മാൻ ഗിൽ നയിക്കും. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഏകദിന T20 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ടീമിൽ തുടരും. ശ്രേയസ് അയ്യരാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസൺ T20 ടീമിൽ ഉൾപ്പെടുത്തി. സൂര്യകുമാർ യാദവ് തന്നെയാണ് നായകൻ. മഹേഷ് പൂലൂരുണ്ട് വിവരങ്ങൾ നൽകാനായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മഹേഷ്, വിശദാംശം. അജി, ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉള്ള ഇന്ത്യൻ ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഏകദിന മത്സരങ്ങളും 5 T20 മത്സരങ്ങളുമാണ് ഈ പരമ്പരയിലുള്ളത്. ഏകദിന ടീമിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏറെ ആകാംക്ഷ ഉയർത്തുന്നത്. കാരണം ഏകദിന ടീം പ്രഖ്യാപിക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് പകരം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗിൽ എത്തുകയാണ്. നേരത്തെ ടെസ്റ്റ് ടീമിനെയും ശുഭ്മാൻ ഗിൽ നയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദിനത്തിലും ടെസ്റ്റിലും ഇപ്പോൾ ഒരു ഗിൽ യുഗം ഇന്ത്യൻ ക്രിക്കറ്റിൽ തുടങ്ങുന്നു എന്ന് വേണം നമുക്കതിനെ അനുമാനിക്കാൻ. ഏറെ കാലം രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യയെ നയിച്ചത്. 56 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച രോഹിത് 42 മത്സരങ്ങളിലും അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ച നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ക്യാപ്റ്റനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗില്ലിനെ BCCI മുന്നോട്ട് കൊണ്ടുവരാൻ കാരണം 2027 നടക്കുന്ന ഏകദിന ലോകകപ്പ് തന്നെയാണ്. അതിനു മുൻപ് സ്ഥിരതയാർന്ന ഒരു ക്യാപ്റ്റൻസി എന്നുള്ള രീതിയിലേക്കാണ് ഗില്ലിനെ ഇപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മ ടീമിലുണ്ട്, ഒപ്പം തന്നെ വിരാട് കോഹ്ലിയും ടീമിലെത്തുന്നു. കോഹ്ലിയും രോഹിത്തും ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ കുപ്പായത്തിലേക്ക് കളിക്കാനെത്തുന്നു എന്നുള്ളതാണ്. അതായത് ഏകദിന ക്രിക്കറ്റ് ഫോർമാറ്റിൽ മാത്രമാണ് രണ്ടുപേരും ഇപ്പോൾ ക്രിക്കറ്റിൽ തുടരുന്നത്. ഏകദിന ഇനി അടുത്ത മത്സരത്തിൽ അവരുണ്ടാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് സഞ്ജു സാംസൺ ഏകദിന ടീമിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2ാം വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് KL രാഹുലാണ് 1ാം വിക്കറ്റ് കീപ്പർ. 2ാം വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സഞ്ജു എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവസാന ഏകദിന മത്സരത്തിലും സഞ്ജു സെഞ്ചുറി അടിച്ച് 56.6 അദ്ദേഹത്തിന് ഒരു മികച്ച ആവറേജ് ഉള്ള ഒരു ബാറ്ററാണ്. പക്ഷെ സഞ്ജുവിനെ ഏകദിനത്തിലേക്ക് പരിഗണിച്ചില്ല. ഏകദിന ടീം ഇങ്ങനെയാണ്: ശുഭ്മാൻ ഗിൽ നായകൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റൻ, അക്ഷർ പട്ടേൽ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ്, ഹർഷദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, ധ്രുവ് ജുറേൽ 2ാം വിക്കറ്റ് കീപ്പറായി എത്തുന്നു. SSC ജയ്സാൽ. അതോടൊപ്പം തന്നെ T20 പരമ്പരയ്ക്കുള്ള 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ സഞ്ജു സാംസൺ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ആ ടീമിൽ സൂര്യകുമാർ യാദവ് തന്നെയാണ് നിലവിൽ ക്യാപ്റ്റൻ. അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി വരുന്നു. ഏഷ്യ കപ്പിലെ അതേ ഫോർമേഷൻ തന്നെ അവിടെ വരുന്നു. തിലക് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, ജിതേഷ് ശർമ്മ, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ. അതാണ് T20 പരമ്പരയ്ക്കുള്ള ടീം. എന്തായാലും നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിലൊരു ഏറ്റവും ഒരു മുഖ്യ വാർത്ത എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. രോഹിത് ശർമ്മയുടെ ഒരു കാലഘട്ടം ഏകദിന ക്രിക്കറ്റിലും കഴിയുകയാണ്. അവിടേക്ക് BCCI റീപ്ലേസ് ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ്.